സന്തോഷ് ജോർജ് കുളങ്ങര ഈ മനുഷ്യനും സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകളൊക്കെ നമുക്ക് തന്നൊരു ഹൈ ഉണ്ട്. നമ്മളെ ട്രാവൽ ചെയ്യാൻ ഇൻസ്പയർ ചെയ്ത ഒരുതരം കിക്ക് ഉണ്ട്. അത് മലയാളികൾക്ക് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വളരെ കുറച്ച് പേരുടെ ട്രാവൽ വ്ളോഗ് കാണുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഫീലാണ്. ബട്ട് ഒരു 90s ഒരു 2000-ലൊക്കെ നമുക്ക് ഈ മനുഷ്യൻ്റെ സഞ്ചാരം കണ്ട് കിട്ടിയ ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു ഹൈ, ആ സാധനങ്ങളൊന്നും ഇപ്പം കിട്ടാത്തതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ ഉള്ള പിള്ളേർ ചെയ്യുന്നത് മോശമായതുകൊണ്ടല്ല, അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്കിപ്പോൾ ഒരു രാജ്യത്തിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും ഒരു ട്രാവൽ വ്ളോഗർ പോയതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ ഒരുപാട് പേര് അവിടെ ട്രാവൽ ചെയ്തതിൻ്റെ നമ്പർ ഓഫ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ സഞ്ചാരം നമ്മൾ കാത്തിരുന്ന് ഒരു രാജ്യത്തിനെ കുറിച്ച് ആ വ്യക്തി പറയുന്ന നറേഷൻ കേൾക്കാനും, സഞ്ചാരത്തിൻ്റെ ആ ശബ്ദം തന്നെ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് തന്നെ, ആ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന വോയിസ് തന്നെ ഭയങ്കരമാണ്. നമ്മൾ ഓരോ ഫ്രെയിമുകളും, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഓരോ ഫ്രെയിമുകളും നമുക്ക് ആ ഒരു എൻറ്റയർ സ്ക്രിപ്റ്റ് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഫീൽ ആവും. ആ ഒരു നറേഷൻ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. സോ കമ്പയറിങ് ടു നൗ അത് ഭയങ്കര സംഭവമായിരുന്നു. ഒരു വിൻറ്റേജ് സാധനമാണത്. ഓക്കെ, ഇപ്പോഴും ഒരുപാട് പേര് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ്സ് ഇപ്പോഴും സഫാരി ചാനലിൽ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2025 നമുക്ക് ഈ ട്രാവൽ വ്ളോഗ് കാറ്റഗറിയിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് വീഡിയോസ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കുറേയധികം ചാനലുകൾ നമുക്കൊരു കിക്ക് തരുന്നില്ല, ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. ഓക്കെ, അത് വിചാരിച്ചിട്ട് അവർ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബട്ട് നമുക്കൊരു സാധനം കിട്ടുന്നില്ല. അത് അവൈലബിലിറ്റി കൂടിയത് കൊണ്ടാണ്, അല്ലാതെ ഇപ്പോൾ ഉള്ളവർ മോശമായതുകൊണ്ടല്ല. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ 30 കഴിഞ്ഞ് 40 കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ഈ ജെൻസി പിള്ളേർക്ക് ചിലപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു സാധനത്തിനോട് അത്രത്തോളം എന്തില്ല, ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നില്ല. പക്ഷേ 30 കഴിഞ്ഞ് 90s ജനിച്ച് ഇപ്പോൾ 40-ലേക്കൊക്കെ ആവുന്ന, 40 കഴിഞ്ഞ ആളുകൾക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ളവർക്കൊക്കെ ആ ഒരു സന്തോഷ് ജോർജ് കുളങ്ങര കോണ്ടന്റിനോട് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യവും ഒരു ഇഷ്ടവും കൂടുതലുണ്ടാവും. ഓക്കെ, സന്തോഷ് ജോർജ് കുളങ്ങരേൻ്റെ ഒരു ഇൻ്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മളെ മാഹിൻ, ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ മാഹിനെ ഭയങ്കരമായിട്ട്, നീ ആരാടാ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദ്യം ചോദിക്കാൻ, നീ ആരാടാ, നിനക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, നീ എന്താണ് ചോദിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ കുറേ വിമർശനങ്ങളാണ് മാഹിന് കിട്ടുന്നത്. മാഹിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കേട്ടോക്കാം. എനിക്ക് തോന്നുന്നു സാറിൻ്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ്. ഇപ്പോൾ സാറ് നൽകുന്ന, ഇപ്പോൾ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, സാറിപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ്, പ്രീ ബുക്ക്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ എവർ ടു സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് മാഹിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ആൻഡ് മാഹിൻ ഇത് ചോദിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ്. കാരണം മാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് രാജ്യത്തേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റ് ട്രാവലർ മാത്രമല്ല. മാഹിൻ ചെയ്യുന്ന കാറ്റഗറി ഓഫ് ട്രാവൽ വ്ളോഗ്, ചിത്രം ചെയ്യുന്നത്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്വെഞ്ചറസ് ആണ്. അത് കുറച്ചും കൂടിയും ട്രാവൽ വ്ളോഗിൽ നിന്ന് മാറിയിട്ട് ഒരു അഡ്വെഞ്ചറസ് വ്ളോഗിങ്ങിലേക്ക്, കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ്. സുജിത് ഭക്തനോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മല്ലു ട്രാവലറോ അങ്ങനെ PT മുഹമ്മദ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വെഞ്ചറസിൽ നിന്ന് മാറിയിട്ട് ദേ ഹാവ് എ പ്ലാൻ, ദേ ഹാവ് എ വിഷൻ ടുവേർഡ്സ് എ കൺട്രി. ആ രാജ്യത്ത് എന്ത് കാണിക്കേണ്ട, പിന്നെ അതിനിടയിൽ നടക്കുന്ന ഹാപ്പനിങ്സ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കാം, കാണിക്കാതിരിക്കാം. സോ അവരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഏതിലേക്ക് പെടുത്താം. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു കാറ്റഗറി ഉണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര ഫോർ മീ ആ കാലഘട്ടത്തിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഹി ഹാവ് എ പ്ലാൻഡ് സ്ക്രിപ്റ്റ്. ഓക്കെ, ഒരു രാജ്യത്തിനെ കുറിച്ച് ഒരു പ്ലാൻഡ് സ്ക്രിപ്റ്റ് ഉണ്ട്. ആ രാജ്യത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ രാജ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. കുറേ ആളുകളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ആ രാജ്യത്ത് ഇരുന്നു കൊണ്ട് തന്നെ ആ രാജ്യത്തിനെ കുറിച്ച് കുറച്ചുകൂടി അറിയുന്നവരോട് സംസാരിച്ച്, ആൻഡ് നമ്മൾ തന്നെ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട് പല സാഹചര്യത്തിലും ഡ്രൈവറോ അല്ലെങ്കിൽ ഒപ്പമുള്ളൊരു ഗൈഡോ ഒരു ആക്സസ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട് എപ്പോഴും അവിടെ.
ഓക്കെ. ഒരു പരിധി വരെ ഇപ്പം നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യണം, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, ഇല്ലെങ്കിൽ മാപ്സ് അവൈലബിൾ ആണ്, പല രീതിയിലുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. സോ ഈ കാലഘട്ടത്തിൽ ആരും ഇല്ലാതെ, ഒരു ഗൈഡൊന്നും ഇല്ലാതെ ഒരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്താലും നമുക്ക് അത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങര ട്രാവൽ ചെയ്ത സമയത്ത് അവർക്ക് ഇങ്ങനത്തെ ഒരാളെ, ഒരു വ്യക്തിയെ അവർക്ക് ആശ്രയിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു ടൈമിൽ അത് ആവശ്യം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ മാഹിൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം മാഹിൻ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ മാഹിൻ ആ ഒരു കാറ്റഗറി ഓഫ് വീഡിയോസ്, അതായത് ഭയങ്കര ട്രൂ ആയിട്ട് റിയൽ ആയിട്ട് ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ എസെൻസ് എന്താണെന്ന് അറിഞ്ഞ് ചെയ്യാനുള്ളൊരു സംഗതി ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതും. ആൻഡ് സഞ്ചാരം ഒരുപാട് കാണുന്ന ഒരാളും കൂടി ആയിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം സഞ്ചാരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒപ്പം ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറയുന്ന രീതിയിലുള്ള, ഞാൻ പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണ്. അതൊരു ടൂറിസ്റ്റ് ചെന്നിട്ട് ഒരു രാജ്യം, ആ രാജ്യം അയാൾക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൃത്യമായി പഠിച്ചറിഞ്ഞ് ചെയ്യുന്ന ഒരാളുടെ വേർഷനിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു സഞ്ചാരം. അപ്പോൾ മാഹിൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. മാഹി നല്ല ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് അതൊരു ബ്രില്യൻ ക്വസ്റ്റ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക്. അത് കിടിലമായുള്ളൊരു മറുപടി അങ്ങേര് കൊടുക്കും ചെയ്തിട്ടാ. ഇതിൽ നാട്ടുകാർക്കാണ് സത്യം പറഞ്ഞാൽ കടി എന്നാണ് എനിക്ക് മനസ്സിലായത്. മാഹിന് സന്തോഷ് ജോർജ് കുളങ്ങര കൊടുത്ത ആൻസർ നിങ്ങൾ കേൾക്കണേ. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുപടി ടെലികാസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളതിനെ ക്രോസ് ചെക്ക് ചെയ്യും. അതിന് നിരവധിയായ സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒപ്പം ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട്, നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിക്കുന്നത്. അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല. എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ച് തരിക നാട്ടുകാരിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തല്ലോ. സോ പ്രോപ്പർ ക്വസ്റ്റ്യൻ, അപ്രോ ആൻസർ. ഓക്കെ, ഇത് വലിയ ആള്, ഇത് ചെറിയ ആള്, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സച്ചിൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. സച്ചിൻ എന്ന് പറഞ്ഞത് ലെജൻഡറി ഐക്കോണിക് ഗോഡ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. സച്ചിൻ്റെ കളി ഇപ്പോൾ കാണാനും ഒരു സ്റ്റേഡിയം ഫുള്ള് നിറച്ച ആൾ വരും. ബട്ട് അതേസമയം വിരാട് കോഹ്ലി എക്സിസ്റ്റ് അല്ലേ? വിരാട് കോഹ്ലി ഉണ്ട്, MS ധോണി ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരാളുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങര ഈസ് ദെയർ. അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ അവിടെ ഉണ്ട്. ഓക്കെ, അത് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ മോശമാണ് എന്നല്ല, മനസ്സിലായോ? നമുക്ക് ഒന്നും ഒരു ആക്സസും ഇല്ലാത്ത, ഒരു തരത്തിലും നമുക്ക് ലോകത്തിനെ കുറിച്ചും ലോക രാജ്യങ്ങളെ കുറിച്ചും അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലോകം കാണിച്ചു തന്ന ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇപ്പം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, പല വെറൈറ്റി ഓഫ് കോണ്ടന്റുകൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ് ട്രാവൽ വ്ളോഗിൽ തന്നെ. അതിലൊരു കാറ്റഗറി പെട്ടതാണ് മാഹിൻ. സോ അത് വിചാരിച്ച് മാഹിൻ ഇയാളുടെ മുന്നിൽ മോശക്കാരൻ, അല്ലെങ്കിൽ ഇയാൾ മാഹിനേക്കാൾ വലുത്, അങ്ങനെയൊന്നുമില്ല. രണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ്, ട്രാവലിംഗ് ആണെങ്കിലും രണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് സാധനങ്ങളാണ് രണ്ടുപേരും ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് മാഹിൻ ഒരു പൊട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇവൻ ആരും അല്ല എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുന്നവരോട് ഒന്നും പറയാല്ലേ. ആൻഡ് ഈ ഒരാളെ ഒപ്പം വെച്ച് ഈ കാര്യങ്ങൾ ആക്സസ് ചെയ്ത് പറയുന്ന കാര്യം അത് ഇങ്ങനെ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ ഈ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിന് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ സാർ ഇറിറ്റേറ്റഡ് ആകും, അല്ലെങ്കിൽ സാറിന് ഔട്ട്പുട്ടിൻ്റെ പെർഫെക്ഷനാണ് സാർ നോക്കുന്നത്. എപ്പോഴെങ്കിലും സാർ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കും സാറിൻ്റെ കൂടെ ഒരു ലോക്കൽ ടൂർ ഗൈഡ് കാണാറുണ്ട്. പിന്നെ സാറിൻ്റെ യാത്രകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, സാർ ലോക്കൽ ജീവിതം അവിടെയുള്ളത് നമ്മളെ കാട്ടിത്തരാറുണ്ട്. ഏറ്റവും ഒരു ചെറിയ വീട്ടിൻ്റെ അകത്ത് കയറുന്നത് സാർ പറയും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അതിനകത്തുള്ളൊരു ജീവിതം കാണുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു ലൊക്കാലിറ്റിയിലെ ഒരാളുമായിട്ട് ട്രാവൽ ചെയ്ത് സാറിന് എപ്പോഴെങ്കിലും ഒന്ന് ഇറിറ്റേറ്റഡ് ആവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? സാറ് പ്രതീക്ഷ പോലെ അദ്ദേഹം ആ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്നില്ല എന്ന് തോന്നി എപ്പോഴെങ്കിലും ഒരു ഒരസലിൻ്റെ ഒരു വക്കിൽ വല്ല എത്തിയ മൊമെന്റ്സ് ഉണ്ടോ സാർ ഇത്രയും വലിയ യാത്രകൾ ചെയ്യുമ്പോൾ? ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, അവർക്ക് സഞ്ചാരം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവരൊരു സാധാരണ ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ കൊണ്ടുപോകും. അപ്പം ഞാനത് ആദ്യം തന്നെ ഇവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ അവിടെ ഒരു ലോക്കൽ ഗൈഡ് അല്ലെങ്കിൽ ഡ്രൈവറെ വേണമെങ്കിൽ അയാൾക്ക് ഞാനൊരു നോട്ട് അയച്ചിട്ടുണ്ടാവും. എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഇതൊക്കെയാണ്, എൻ്റെ യാത്രയുടെ പർപ്പസ് ഇതാണ്, എൻ്റെ പരിപാടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം, അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കും.
അപ്പോൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞായിരിക്കും ഇവർ നമുക്ക് കൺഫർമേഷൻ തരിക. നിങ്ങളുടെ വീഡിയോ കണ്ടു, ഗംഭീരമായിട്ട് ഇത് ഞാൻ ചെയ്തിരിക്കും, എന്നെപ്പോൾ അല്ലാതെ വേറൊരാൾ ഇനി ഈ രാജ്യത്ത് കിട്ടാനില്ല എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ചെന്ന് പണി തുടങ്ങുമ്പോൾ വീണ്ടും ഇയാൾ പഴയ ഈ ഒരു സാധാരണ ടൂർ ഗൈഡിൻ്റെ രീതിയിൽ ഇതൊരു ഷൂട്ടിനാണെന്നുള്ളതൊക്കെ മറന്നു പോകാം. അപ്പം ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം ക്ലീൻ ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം എന്ന്. ഇപ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരിതൊന്നും അറിയണമെന്നില്ല. ഈ ഗ്ലാസ് പൊട്ടിയിട്ട് അതേ കൂടെ നടുക്കൂടെ ഒരു പാടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതേ മുഴുവൻ സ്ക്രാച്ച് ആണെങ്കിലോ, ഇത് എൻ്റെ ക്യാമറയുടെ ലെൻസ് എത്ര ക്ലീൻ ആയിട്ടും കാര്യമില്ല. ഈ ഗ്ലാസ്സിലൂടെ ഷൂട്ട് ചെയ്യുമ്പം ആ വിഷ്വൽസ് അത്ര ഡള്ളാവും. അതിലെപ്പോഴും ഈ വരകൾ കാണും, ഈ ചെളി കാണും. അത് 30 എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 30 എപ്പിസോഡിൽ ഇതായിരിക്കും കാണുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം. ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു പൊട്ടി ഗ്ലാസ്സുമായിട്ടായിരിക്കും ഒരുത്തം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ല അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമയം കളി, പിന്നെ അടുത്ത വണ്ടി മാറിയെടുക്കണം, ആദ്യത്തെ ഒരു ദിവസം ഈ കാറും കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ തണുപ്പുള്ള രാജ്യമാണെങ്കിലും ഗ്ലാസ് താത്തിയിട്ട് പുറത്തേക്ക് ക്യാമറ പിടിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും 1 മണിക്കൂർ ഇങ്ങനെ പുറത്തോടെ ഓടുമ്പോഴത്തേക്കും നമ്മൾ മരവിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം നമ്മൾ സഞ്ചാരത്തിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. കേട്ടില്ലേ, അങ്ങേര് തന്നെ പറയുന്നുണ്ട്, അങ്ങേര് ഒരു രാജ്യത്ത് പോകുന്നതിന് മുമ്പ് ആ രാജ്യത്തിനെ കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് നറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ ഹെൽപ്പ് അങ്ങേര് നോക്കാറുണ്ട്. ഓക്കെ, അത് പറയുന്നുണ്ട്, പറയാതിരിക്കുന്നൊന്നുമില്ല അങ്ങേര്. അത് എടുത്തത് കൊണ്ട് എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും. ഇപ്പം എല്ലാ രാജ്യത്തെ ഭാഷയും ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആ കാലത്ത് ഉണ്ടാവില്ല, അത് പഠിച്ചിട്ട് പോകാനും പറ്റില്ല. സോ ലാംഗ്വേജ് അറിയുന്ന, ആ രാജ്യത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആക്സസ് ചെയ്യുന്നു. അതൊരു തെറ്റുള്ള കാര്യമല്ല. നമ്മളെ കാണിച്ചു തരുമ്പോൾ ആ കാണിച്ചു തരുന്ന കാര്യത്തിൽ അത്രയും ക്ലാരിറ്റി വേണമെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഒരു ഗ്ലാസ്സിൽ വര അടക്കം അദ്ദേഹം മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പോയിട്ട് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാം, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ പോലത്തുള്ളൊരു അത്ര ഒരു വ്യൂവർഷിപ്പോ അതിനനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ആക്സെപ്റ്റൻസോ കിട്ടില്ല, കുറവായിരിക്കും. കാരണം കുറേ അധികം വെറൈറ്റി ഓഫ് ട്രാവൽ വ്ളോഗേഴ്സ് ആൻഡ് വ്ളോഗ് കാണുന്നുണ്ട് എല്ലാവരും. സോ അതുകൊണ്ട് രണ്ട് കാലഘട്ടത്തിലെ രണ്ട് ടൈപ്പ് ഓഫ് ആളുകളും അവരുടെ പെർസ്പെക്റ്റീവും പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മളെ കാണിച്ചു തരുന്നത്. രണ്ടുപേരും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ട്രാവൽ ചെയ്യാനാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുക, അല്ലാതെ ഇത് കമ്പയർ ചെയ്ത് ഒരാൾ മോശം ഒരാൾ ശരി, അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഇത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. സുജിത് ഭക്തനെടുത്താലും സന്തോഷ് ജോർജ് കുളങ്ങരയോട് കമ്പയർ ചെയ്യും. ഈ മാഹിനെടുത്താലും കമ്പാരിസൺ വരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയോട്. അതെന്താ അങ്ങനെ മനസ്സിലാവുന്നില്ല. എല്ലാവരും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. ഓക്കെ, ഒരാൾ ചെറുത് ഒരാൾ വലുത്, നോ. സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്തു വെച്ചത് അദ്ദേഹത്തിൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ, ഇവൻ ചെയ്യുന്നത് ഇപ്പോൾ അവൻ്റെ മാഹിൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ. ഓക്കെ, നമ്മളും ലോകം യാത്ര ചെയ്യുക, ട്രാവൽ ചെയ്യുക, നമുക്ക് ആളുകളെ കാണിക്കാനാണെങ്കിൽ കാണിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി.